ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വർഗോന് വേണ്ടിയിട്ട് ക്വിക്ക് ലവ് ആൻഡ് കരിയർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. വർഗോയുടെ പ്രീവിയസ് റീഡിംഗ്, ഇതിൻ്റെ മുമ്പത്തെ റീഡിംഗ്, അതിന് കുറേ വ്യൂസും ലൈക്സ് കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വീഡിയോ ഇപ്രാവശ്യം വേഗം അപ്ലോഡ് ചെയ്തത്. അപ്പോൾ വർഗോ ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് നമ്മൾക്ക് നിങ്ങളുടെ ലവ് ആൻഡ് കരിയർ റീഡിങ്ങിലേക്ക് ചെല്ലാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ വർഗോ നിങ്ങളുടെ ലവ് ലൈഫിൽ എന്താണ് നെക്സ്റ്റ് ഉണ്ടാവാൻ പോണത് അത് നമ്മൾക്ക് നോക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് കാർഡ് ഇവിടെ കിങ് ഓഫ് കപ്സ് ആണ്. Eight of Swords, Five of Cups. നിങ്ങളുടെ ഓവറോൾ എനർജി ഔട്ട്കം എന്താണ്? കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ കരിയറിൽ എന്താണ് മെസ്സേജ്? എന്താണ് വരാൻ പോണത് നിങ്ങൾക്ക് കരിയറിൽ? ടു ഓഫ് വാൻഡ്സ്, Ten of Pentacles, Seven of Cups. നിങ്ങളുടെ ഓവറോൾ എനർജി ഔട്ട്കം പേജ് ഓഫ് സോർഡ്സ്. അപ്പോൾ വർഗോ ഇവിടെ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. ഇത് ആക്ച്വലി വർഗോ എനർജി തന്നെയാണ്. പക്ഷെ ഇതൊരു കുറേ സ്ലോ മൂവിങ് എനർജിയാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവ് ലൈഫിൽ കുറച്ച് അത്ര പ്രോഗ്രസ് പറഞ്ഞാൽ സ്ലോ പ്രോഗ്രസ് ആയിരിക്കും. ഇങ്ങനെ ഇമ്മീഡിയറ്റ് ഔട്ട്കം ചിലപ്പോൾ ഉണ്ടാവില്ല. ഓർ സഡൻ ഔട്ട്കം, അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം ഉണ്ടാവില്ല. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു വേറെ പേഴ്സൻ്റെ എനർജിയും ആവാം. മേ ബി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേഴ്സൺ കുറേ ഒരു സ്ലോ മൂവിങ് എനർജിയിലായിരിക്കും. അവർ അങ്ങനെ ക്വിക്ക് ആക്ഷൻ എടുക്കാത്ത ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. ഇവിടെ കിങ് ഓഫ് കപ്സ് കാണാണ്ട് സ്കോർപ്പിയോ എനർജി. അപ്പോൾ മേ ബി നിങ്ങളൊരു സ്കോർപ്പിയോയുടെ കൂടെ ആയിരിക്കും ഡീൽ ഉണ്ടാവുക. ഈ സിറ്റുവേഷനിൽ ഈ പേഴ്സൺ അങ്ങനെ അത്ര അവരുടെ ഫീലിങ്സ് തുറന്ന് പറയാറില്ല. അപ്പം നിങ്ങൾക്ക് അറിയുണ്ടാവില്ല ഇവരെന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫീൽ ചെയ്യണതെന്ന്, അവരെന്താണ് വിചാരിക്കണേ, അവരുടെ മനസ്സിൽ എന്താണെന്നൊന്നും നിങ്ങൾക്ക് അത്ര ഐഡിയ ഉണ്ടാവില്ല. എയ്റ്റ് ഓഫ് സോർഡ്സ് ഇവിടെ ഒരു സ്റ്റാഗ്നൻസിയുടെ എനർജിയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ സിറ്റുവേഷനിൽ സ്റ്റാഗ്നൻ്റ് ആണ് ഫീൽ ചെയ്യണത്. എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു വഴിയും കിട്ടുന്നില്ല മുമ്പോട്ട് പോകാൻ. ഈ പേഴ്സണെ ലെറ്റ് ഗോ ആണ് ചെയ്യേണ്ടത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടോ ഒന്നും അറിയാത്ത ഒരു എനർജിയിലാണ് നിങ്ങൾ. അപ്പോൾ അത് നിങ്ങളെ കുറച്ചുകൂടിയും ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ആക്കണത്. പക്ഷേ ഈ സിറ്റുവേഷനിൽ ഈ സമയത്ത് നിങ്ങൾക്കൊരു സൊല്യൂഷനും കിട്ടുന്നില്ല. അപ്പോൾ ഫൈവ് ഓഫ് കപ്സ് ഇവിടെയാണ് ലാസ്റ്റ് കാർഡ്. അപ്പോൾ ഇവിടെ കുറച്ചൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ഓൾറെഡി ഈ റിലേഷൻഷിപ്പ് ഈ സിറ്റുവേഷനിൽ ഗിവ് അപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങിയിട്ടുണ്ട് അത് ഈ പേഴ്സൺ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് അങ്ങനെ ഫീലിങ്സ് ഉണ്ടാവില്ല. മേ ബി ഇതൊരു മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ്, മേ ബി ഇത് വർക്ക്ഔട്ട് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ കുറേ നെഗറ്റീവ് തോട്ട്സ് നിങ്ങളുടെ മനസ്സിൽ നടക്കുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സിനോട് പറയണത് എന്താ വെച്ചാൽ, നിങ്ങൾ ആലോചിക്കണ മാതിരി അല്ല ഈ സിറ്റുവേഷൻ. ഇതിൽ ഇപ്പോഴും ചാൻസ് ഉണ്ട് ഈ റിലേഷൻഷിപ്പ് ഒരു പ്രോപ്പർ റിലേഷൻഷിപ്പ് ആവാൻ വഴിയുണ്ട്. പക്ഷെ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് പോസിറ്റീവായി തോട്ട്സ് വെക്കേണ്ട ആവശ്യമുണ്ട്. എന്നുവെച്ചാൽ ഈ സമയത്ത് മേ ബി കാര്യങ്ങൾ മുമ്പോട്ട് ഞാൻ പറഞ്ഞ മാതിരി കുറേ സ്ലോ മൂവിങ് എനർജിയാണ് ഈ പേഴ്സൺ. അവർ അങ്ങനെ ക്വിക്ക് ആക്ഷൻ എടുക്കാൻ പോകുന്നില്ല. അപ്പോൾ കുറച്ചൊരു പേഷ്യൻസിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ. ഈ സിറ്റുവേഷനിൽ ഡെഫിനറ്റ്ലി ഒരു ടേൺ അറൗണ്ട് ഉണ്ടാവാൻ വഴിയുണ്ട്. പേജ് ഓഫ് സോർഡ്സ് ആണ് നിങ്ങളുടെ കരിയറിൽ. അപ്പോൾ പേജ് ഓഫ് സോർഡ്സ് ഒരു ഇൻറ്റേൺ ഇല്ലൊരു പുതിയ ഏരിയ ഓഫ് റിസർച്ച് പറഞ്ഞ പുതിയൊരു ജോബ്, പുതിയൊരു പറഞ്ഞ ഒരു സ്റ്റഡീസിൽ എന്തെങ്കിലും ഒരു പുതിയൊരു ഇൻഫർമേഷൻ, അങ്ങനെ എന്തോ ഒരു എനർജിയാണ് ഇവിടെ ഞാൻ കാണുന്നത്. മേ ബി നിങ്ങളൊരു പുതിയതായിട്ടൊരു ജോബ് ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഓറൽസ് നിങ്ങൾ എന്തോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കുന്നുണ്ടാവും. മേ ബി നിങ്ങൾ എന്തോ റിസർച്ച് ചെയ്യാനായിരിക്കും നോക്കുന്നുണ്ടാവുക. ഓറൽസ് എന്തോ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ ഒരു കാര്യത്തിൽ. അതിൽ നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടാവും. ഇവിടെ ടു ഓഫ് വാൻഡ്സ് ഞാൻ കാണുന്നത് ആദ്യം ഒരു സ്ട്രാറ്റജൈസിങ്ങിൻ്റെ എനർജിയാണ്. നിങ്ങൾ
പ്രോപ്പർലി പ്ലാൻ ചെയ്യാനാണ് നോക്കുന്നത്, സ്ട്രാറ്റജൈസ് ചെയ്യാനാണ് നോക്കുന്നത്, മുമ്പോട്ട് എങ്ങനെയാണ് പോകണ്ടേ. ചില കേസസിൽ നിങ്ങൾ അബ്രോഡ് പോകാൻ നോക്കുന്നുണ്ടാവും, ഫ്യൂ ഫർദർ സ്റ്റഡീസിന് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ പ്ലാനിങ് സ്ട്രാറ്റജൈസിങ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അതല്ല മേ ബി നിങ്ങളൊരു പുതിയ ജോലിക്കും നോക്കുന്നുണ്ടാവും. അപ്പോൾ ഇതൊരു പ്രോപ്പർ നിങ്ങൾ ശരിയായി എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, നിങ്ങളുടെ സമയം, എനർജി, ഫ്യൂച്ചറിലേക്ക് എന്താ നിങ്ങൾക്ക് വേണ്ടത്, അതൊക്കെ നിങ്ങൾ പ്ലാൻ ആണ് ചെയ്യണത് ഈ സമയത്ത്. പൈസയുടെ കാര്യത്തിൽ ഞാൻ കാണുന്നത് കുറേ ഒരു നല്ല സമയമാണ്. 10 of Pentacles ഒരു അബണ്ടൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ പൈസയുടെ കാര്യത്തിൽ ഒരു പ്രോബ്ലം ഞാൻ കാണില്ല. ചില കേസസിൽ മേ ബി നിങ്ങൾക്കൊരു ബോണസ് കിട്ടുന്നുണ്ടാവും, ഒരു പ്രൊമോഷൻ കിട്ടുന്നുണ്ടാവും, ഓരൽസ് എന്തോ ഒരു ബൾക്ക് മണി ഒരുമിച്ച് വരണ മാതിരി എനർജിയാണ് ഇത്. 7 of Cups കുറച്ചൊരു കൺഫ്യൂഷൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് നോക്കണ്ട വെച്ചാൽ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. ഏത് ലൈനിലാണ്, ഏത് സ്ഥലത്താണ് അപ്ലൈ ചെയ്യേണ്ടത്. സെയിം തിങ് നിങ്ങൾ പഠിക്കുകയാണെന്ന് വെച്ചാൽ ആൻഡ് പുതിയ കോഴ്സ് എന്തെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് വെച്ചാലും ഈ കൺഫ്യൂഷൻ ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ ആ കൺഫ്യൂഷൻ തീരണ വരെ. അതുകൊണ്ടാണ് ഇവിടെ പേജ് സോർട്സ് ഒരു ഔട്ട്കം ആയിട്ട് കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ക്ലാരിറ്റി വന്നു കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കണ്ടു. അതുവരെ ഒരു ലോങ് ടേം ആക്ഷൻ എടുക്കാണ്ട് നോക്കുക. എന്ന് വെച്ചാൽ ഈ സമയത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ഫേമായി ഡിസിഷൻ എടുത്താൽ ചിലപ്പോൾ അത് ബാക്ക് ഫയർ ചെയ്യും. അത് നിങ്ങൾക്ക് ചിലപ്പോൾ പിന്നെ ഒരു റിഗ്രറ്റ് ഉണ്ടാവാൻ വഴിയുണ്ട്. അപ്പോൾ ഒരു സാറ്റിസ്ഫൈഡ് സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുത്താൽ മതി. അതുവരെ റീസെർച്ച് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുമ്പോൾ ഒരു ക്ലാരിറ്റിയും കിട്ടും. അപ്പോൾ അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് ലവ് ആൻഡ് കരിയറിൽ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. നിങ്ങൾക്ക് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഒരു പ്രൈവറ്റ് റീഡിങ് ബുക്ക് ചെയ്യണം വെച്ചാൽ ചെയ്യാം. പ്രൈവറ്റ് റീഡിങ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക. ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പ് ചാറ്റ് അയക്കുന്നുണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക എൻ്റെ കൂടെ. ഈ വീക്കെൻഡ് വരെ ഞാൻ ബുക്കിങ്സ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം വരെ ചിലപ്പോൾ ഞാൻ പേഴ്സണൽ റീഡിങ്സ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി സപ്പോർട്ട് ചെയ്യുക ഈ ചാനലിനെ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയും നിങ്ങൾ വീഡിയോസിനെ ലൈക്ക് ചെയ്യണു അത്രയും ഞാൻ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്യും. നിങ്ങളുടെ സോഡിയാക് സൈനിന് കൂടുതൽ ലൈക്സും വ്യൂസ് കിട്ടിയ അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങളുടെ വീഡിയോസ് വേഗം പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് ഇഷ്ടമായി. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.